ഇന്നലെ മുതല് ഒരു 2, 3 വീഡിയോസ് കാണാനിടയായി. ഹംഗ്രി മൃണാൾ റെസ്റ്റോറന്റിനെ പറ്റിയാണ് ഉള്ള ഒരു അലിഗേഷനാണ്. അതായത് ഒരു 3, 4 ചെറുപ്പക്കാര് കഴിഞ്ഞ മെയ് മാസമാണ് അവര് ഈ തൃപ്പൂണിത്തുറയിലുള്ള ഇവരുടെ റെസ്റ്റോറന്റിൽ പോയപ്പോൾ അവര് കിഴി പൊറോട്ട ഓർഡർ ചെയ്യുന്നു. ഈ കിഴി പൊറോട്ട ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ വാഴയിലയുടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെളുത്ത പുഴുവാണ് ഇരിക്കുന്നത് അവര് കാണിക്കുന്നു. അവര് ആ പുഴുവിനെ അവരുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇട്ട് അവര് ആ വീഡിയോ ഒക്കെ കാണിക്കുന്നു. ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് കാണുന്നത്. പലരും ട്രോൾ വീഡിയോസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കിഴി പൊറോട്ട പ്രിപ്പയർ ചെയ്യുന്നത് ഈ ആദ്യം ഈ ഇല നല്ലതുപോലെ വാട്ടും. ഇപ്പൊ നമ്മൾ ഈ ഇല ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും നല്ലതുപോലെ വാട്ടിയ ഇലയാണത്. ഈ ഇല വാട്ടുമ്പോ തന്നെ അതില് എന്തെങ്കിലും പുഴുവോ അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏതായാലും ഒബ്വിയസ്ലി അത് ചത്തുപോകും. അപ്പോൾ ഈ വാട്ടിയ ഇലയില് ചൂടായിട്ടുള്ള പൊറോട്ട, ചൂടായിട്ടുള്ള ബീഫ് കറി ഒക്കെ വെച്ച് കെട്ടിയതിന് ശേഷം പിന്നെ ഒന്നൂടെ ചൂടാക്കും. എന്തിനാണെന്ന് വെച്ചാൽ എന്നാലേ ആ വാഴയിലയുടെ ആ ഒരു ഫ്ലേവർ അതിലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലാകാഞ്ഞ് ഈ പുഴുവിന്റെ നിറം നല്ല വെളുത്ത പുഴുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കെട്ടി ചൂടാക്കുന്ന സമയത്ത് ഇത് ഏതായാലും ഇൻ കേസ് ഇതിനകത്ത് പുഴു ഉണ്ടായിരുന്നെങ്കിൽ ഈ പുഴു നല്ല ചാറിനോടൊക്കെ ചേർന്ന് നല്ല ചുമന്നിരിക്കണം. അല്ലെങ്കിൽ ആ ഭക്ഷണവുമായിട്ട് ഈ പുഴു അങ്ങ് മിക്സായി പോകാനും ഉള്ള ചാൻസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഭക്ഷണത്തിൽ നിന്ന് വന്ന പുഴുവാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒന്നുകിൽ എവിടെയെങ്കിലും വെച്ചപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്ന പുഴു ചിലപ്പോൾ പറ്റിയതായിരിക്കാം. അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വെച്ചതിൻ്റെ കൂടെ ഇത് ചിലപ്പം വെച്ചപ്പോഴോ അല്ലെങ്കിൽ ടേബിളിൽ വല്ലം ഉണ്ടായിരുന്ന ഓൾറെഡി എന്തെങ്കിലും പുഴുവോ അഴുക്കോ വല്ലതും ഉണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ വന്ന ആൾക്കാരുടെ ഷർട്ടിൽ വല്ലം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് മരത്തിൽ നിന്ന് വല്ലം അവരുടെ ഷർട്ടിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പുഴുവോ എന്തെങ്കിലുമൊക്കെ പുഴുവോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റിൽ വല്ലം വീണാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതായാലും ആരുടെയും ബിസിനസ്സിന് ദോഷം വരാതിരിക്കട്ടെ. ഈ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ ഉള്ള ഒരു വലിയ റിസ്ക് ആണ്. ആര് വേണമെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തെ ദോഷം പറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഈ CCTV ഫുട്ടേജ് എടുത്ത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഫുട്ടേജ് എടുത്ത് സൂക്ഷിക്കുക. ഇപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ആ മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഡെയിലിയുള്ള ഫുട്ടേജ് എടുത്ത് സൂക്ഷിക്കുക. എങ്ങനെ നിങ്ങൾ എവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, എവിടെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ സെർവ് ചെയ്യുന്നു എന്ന് ഉള്ളതിൻ്റെ ഫുട്ടേജ് നിങ്ങൾ സൂക്ഷിച്ചാൽ ഇത്തരം അലിഗേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും.